ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ ആരോ കൂടെയുണ്ടെന്നുള്ള തോന്നലാണ് നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം. ഒരു വ്യക്തിക്ക് ആരുമില്ല എന്ന തോന്നലിൽ നിന്നുളവാകുന്ന ശൂന്യത അത് വളരെ വലുതാണ്. ജീവിതത്തിൽ ഒന്നിലും ഉയരുവാൻ കഴിയാതെ നാം ഇല്ലായ്മയായി പോകുന്ന അനുഭവങ്ങൾ ഓർത്തു നോക്കൂ. എത്രയോ വേദനാജനകമാണ് അങ്ങനെയുള്ള അവസരങ്ങൾ. ഒരു ഇടയന് കുറച്ച് ആട്ടിൻകൂട്ടമുണ്ടെങ്കിൽ ഇടയൻ ആട്ടിൻകൂട്ടത്തെ കൃത്യമായി പരിപാലിക്കുന്നു. അവയുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവയോടൊപ്പം നടക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ആടുകൾക്ക് നല്ല ഇടയനായി മാറുന്നത്. ആടെന്നോ ക്ഷീണിച്ചാൽ, വിശന്നാൽ, ഒരാപത്ത് സംഭവിച്ചാൽ ഇടയൻ ഓടിയെത്തുമെന്ന് ആടുകൾക്ക് നല്ലതുപോലെ അറിയാം. ആടുകളെ ഇടയൻ ഈ വിധം പരിപാലിക്കുന്നുവെങ്കിൽ നമ്മെ പുലർത്തുന്ന ദൈവം നാം ജനിച്ച നാൾ മുതൽ ഇന്നുവരെ നമ്മെ അറിയുന്നവനാണ്. ദൈവം പൂർണ്ണനാകിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളും പൂർണ്ണതയുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാനും ദൈവം ശക്തനാണ്. ആ ദൈവം ജീവിതത്തിൽ സമൃദ്ധി തരുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അത് സത്യവുമാണ്. എന്നാൽ ഭൗതികതയിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അത് നമ്മെ തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കും എന്നതാണ്. വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നത് പോലെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഭൗതികതയേക്കാൾ ആത്മീയതയ്ക്കാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119:50 പറയുന്നത്, നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു എന്നാണ്. ദൈവമക്കൾക്ക് കഷ്ടതയും ഞെരുക്കങ്ങളുമുണ്ട്. എന്നാൽ ദൈവിക സമൃദ്ധിയിൽ തൃപ്തിപ്പെടാതെ കൂടുതൽ ഭൗതിക സമൃദ്ധിക്കായി ഓടുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിട്ട് നാം അകന്നു പോകും. വിശുദ്ധ വേദപുസ്തകത്തിൽ യോസേഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവിക ദർശനം കണ്ടതിൻ്റെ പേരിൽ വീട്ടുകാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടതായി വന്നു. എന്നാൽ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുലർത്തുന്ന ദൈവം കൂടെയുണ്ട് എന്ന നല്ല ബോധ്യം അവനുണ്ടായിരുന്നു. ആ ബോധ്യത്തിന് പൊട്ടക്കിണറിൽ കിടക്കുമ്പോഴോ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുമ്പോഴോ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ആയിരിക്കുമ്പോഴോ കാരാഗൃഹത്തിൽ തഴയപ്പെടുമ്പോഴോ മിസ്രൈമ്യ മന്ത്രിയായി ഉയർത്തപ്പെടുമ്പോഴോ മാറ്റം വന്നില്ല. തനിക്ക് ദർശനം നൽകിയ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവം തന്നെ പുലർത്തും എന്ന ഉറപ്പോടുകൂടെ മുന്നേറുക മാത്രമാണ് ആ ദൈവദാസൻ ചെയ്തത്. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മളോടുകൂടെയുള്ളവനാണ്. സന്തോഷത്തിൽ മാത്രമല്ല, കഷ്ടതയിലും അവൻ നമ്മളോടുകൂടെയുണ്ട്. ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957.